ഭൃത്യനും യജമാനനും. ഒരു ദിവസം ആഗ്രയിലെ സൈന്യാധിപൻ രണ്ടു പരാതിക്കാരെ അക്ബറിന്റെ സദസ്സിൽ കൊണ്ടുവന്നു. സൈന്യാധിപനോ, എന്തുപറ്റി? തിരുമനസേ, ഇവർ തമ്മിൽ വലിയ തർക്കം. പരിഹരിക്കാൻ ഒരു വഴിയും കാണാഞ്ഞതുകൊണ്ടാ ഇവിടെ കൊണ്ടുവന്നത്. അവരിൽ ഒരാളെ അക്ബർ തിരിച്ചറിഞ്ഞു. "ങ്ങേ, ഷേർ അലിയല്ലേ ഇത്? താങ്കൾക്കെന്താ പരാതി?" "പ്രഭോ, അങ്ങേക്ക് എന്നെ അറിയാമല്ലോ. 5 വർഷമായി അടിയൻ ഡൽഹിയിൽ എത്തി വ്യാപാരം നടത്തുന്നു. മുമ്പ് ഞാൻ അഫ്ഗാനിസ്ഥാനിലായിരുന്നു. ദാ ഈ നിൽക്കുന്നയാൾ അന്നെന്റെ ഭൃത്യനായിരുന്നു. എന്റെ കുറെ പണവും കൊണ്ട് ഇവൻ നാടുവിട്ടു. ഇന്ന് ഇവനെ ഡൽഹിയിൽ കണ്ടപ്പോൾ ഞാൻ പിടികൂടി. കള്ളം, പച്ചക്കള്ളം. ഇയാളുടെ പേര് ഷേർ അലി എന്നല്ല, നജീബ് എന്നാണ്. ഇയാൾ എന്റെ ഭൃത്യനായിരുന്നു. എന്റെ സർവസ്വത്തും അപഹരിച്ചു കടന്നു കളഞ്ഞതാ. ഒടുവിൽ 7 വർഷത്തിനു ശേഷം ഇന്നെന്റെ പിടിയിൽപ്പെട്ടു." "പ്രഭോ, ഇതു നുണയാ. ഇയാളാണു നജീബ്, ഞാൻ ഷേർ അലിയാ. ഇതു തെളിയിക്കാൻ എത്ര സാക്ഷികളെ വേണമെങ്കിലും ഹാജരാക്കാം." "ശരിയാ, സാക്ഷികളെ കിട്ടുമായിരിക്കും. കാരണം വർഷങ്ങളായി എന്റെ പണവും കൊണ്ട് ഈ നജീബ് ഷേർ അലിയായി ഇവിടെ വിലസുകയല്ലേ." "നജീബോ? ഇനി എന്നെ ആ പേര് വിളിച്ചാൽ ങ്ങാ." "മിണ്ടാതിരിക്കൂ, ബീർബൽ സത്യം തെളിയിക്കും." "ഞാൻ സ്വൽപ്പനേരം കണ്ണടച്ചു ധ്യാനിക്കട്ടെ. അപ്പോൾ നുണ പറയുന്നത് ആരാണ് എന്ന് എനിക്കു മനസ്സിലാവും. ഞാൻ പറയുന്നതുവരെ രണ്ടുപേരും നിലത്തു കമിഴ്ന്നു കിടക്കണം." നിമിഷങ്ങൾക്കു ശേഷം ബീർബൽ കണ്ണു തുറന്നു. "സത്യം എനിക്കു പിടികിട്ടി. പ്രഭോ, ആരാച്ചാരെ വിളിപ്പിച്ചാലും." വൈകാതെ ആരാച്ചാർ കോടാലിയുമായി എത്തി. "അതാണ് യഥാർത്ഥത്തിൽ ഭൃത്യൻ. അയാളുടെ തലവെട്ടു." യഥാർത്ഥ കുറ്റവാളി ഇപ്പോൾ പേടിച്ചു തലപൊക്കും. ആരാച്ചാർ കോടാലി ഉയർത്തി. പെട്ടെന്ന് ഒരാൾ ചാടിയെണീറ്റു. "പ്രഭോ, പൊറുക്കണേ, അടിയന്റെ ജീവൻ രക്ഷിക്കണേ." അങ്ങനെ യഥാർത്ഥ കുറ്റവാളി തടവിലായി. അയാളുടെ സമ്പത്ത് മുഴുവൻ ശരിക്കുള്ള ഉടമസ്ഥന് തിരിച്ചു കിട്ടുകയും ചെയ്തു. അകലത്തെ ചൂട്. ഒരു തണുപ്പുകാലം. ബീർബലിന്റെയും മറ്റും കൂടെ ഒരു യാത്ര കഴിഞ്ഞു മടങ്ങുകയായിരുന്ന അക്ബർ ചക്രവർത്തി ഒരു തടാകത്തിനടുത്ത് കുതിരയെ നിർത്തി. മഞ്ഞുകട്ട പോലെ തണുത്ത ആ വെള്ളത്തിൽ അക്ബർ കാലും മുഖവും കഴുകാനിറങ്ങി. പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു തമാശ തോന്നി. ഒരു രാത്രി മുഴുവൻ കഴുത്തറ്റം ഈ തണുത്ത വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ആൾക്ക് 50,000 സ്വർണനാണയം സമ്മാനം നൽകാം. "അയ്യോ പ്രഭോ, ഈ വെള്ളത്തിന് മരം കോച്ചുന്ന തണുപ്പാ. രാത്രി മുഴുവൻ ഇതിലിറങ്ങി നിൽക്കാൻ ആർക്കും പറ്റില്ല." "അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല." ദരിദ്രനായ ഒരു ബ്രാഹ്മണൻ ഇതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. "എന്തായാലും നോക്കാം. ശ്രമം വിജയിച്ചാൽ കുടുംബത്തിന്റെ ദാരിദ്ര്യം തീരും. മരിക്കാനാണ് വിധിയെങ്കിൽ അങ്ങനെയാവട്ടെ." ബ്രാഹ്മണൻ ചക്രവർത്തിയുടെ മുന്നിലെത്തി. "പ്രഭോ, അങ്ങയുടെ വെല്ലുവിളി അടിയൻ സ്വീകരിക്കുന്നു." "ശരി, താങ്കൾ വ്യവസ്ഥ പാലിക്കുന്നുണ്ടോ എന്നറിയാൻ 2 കാവൽക്കാരെ നിർത്താം." ദരിദ്ര ബ്രാഹ്മണൻ രാത്രി മുഴുവൻ ആ തണുത്തു മരവിച്ച വെള്ളത്തിൽ കഴിച്ചുകൂട്ടി. നേരം വെളുത്തപ്പോൾ, "ഇനി എന്നെ ചക്രവർത്തിയുടെ അടുത്തു കൊണ്ടുപോയാലും." "വൈകാതെ." "പ്രഭോ, രാത്രി മുഴുവൻ അടിയൻ തടാകത്തിലിറങ്ങി നിന്നു." "ഇയാൾ പറയുന്നത് ശരിയാണ് പ്രഭോ." "ശരി, എങ്കിൽ ഇയാൾക്ക് 50,000 സ്വർണനാണയം നൽകൂ." അസൂയാലുവായ ഒരു മന്ത്രിക്ക് ഇതു കണ്ടു സഹിച്ചില്ല. "ബ്രാഹ്മണ ശ്രേഷ്ഠാ, അന്നു രാത്രി മുഴുവൻ എങ്ങനെ കഴിച്ചുകൂട്ടി?" "പറഞ്ഞില്ലേ, ഞാൻ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുകയായിരുന്നു." "അങ്ങ് എവിടെ നോക്കിയാണ് നിന്നിരുന്നത്?" "കൊട്ടാരത്തിലെ വിളക്കുകൾ നോക്കിയാ ഞാൻ നിന്നത്." "അതു ശരി. അപ്പോൾ താൻ വ്യവസ്ഥ തെറ്റിച്ചു. കൊട്ടാരത്തിലെ വിളക്കുകളിൽ നിന്നുള്ള ചൂട് താങ്കൾക്ക് കിട്ടിയില്ലേ? സമ്മാനത്തിനു താങ്കൾ അർഹനല്ല." ഇതു കേട്ട് അമ്പരന്ന അയാൾ പ്രതീക്ഷയോടെ ചക്രവർത്തിയെ നോക്കി. പക്ഷേ അദ്ദേഹം ഒരക്ഷരം പോലും മിണ്ടിയില്ല. ബീർബലിന് ഇതു കണ്ട് സഹിച്ചില്ല. ഇതു കടുത്ത അനീതി തന്നെ. എന്തു വന്നാലും ഈ പാവത്തിന് സമ്മാനം വാങ്ങിച്ചു കൊടുക്കണം."
ഏതാനും ദിവസം കഴിഞ്ഞ് ബീർബൽ അക്ബറിനെയും മറ്റു മന്ത്രിമാരെയും ഒരു വിരുന്നിനു ക്ഷണിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞിട്ടും ആഹാരമൊന്നും കാണാഞ്ഞപ്പോൾ ബീർബൽ, നേരം കുറെ ആയല്ലോ, ആഹാരം വിളമ്പാൻ എന്താ ഇത്ര താമസം? പായസം ഇനിയും ശരിക്കു പാകമായില്ല പ്രഭു. 1 മണിക്കൂർ കൂടി കഴിഞ്ഞ് ആയില്ലേ? വരൂ, നമുക്ക് പോയി നോക്കാം. എല്ലാവരെയും കൂട്ടി ബീർബൽ മുറ്റത്തെത്തി. അവിടെ വിചിത്രമായ ഒരു കാഴ്ചയാണ് അവർ കണ്ടത്. അതാ ആ പാത്രത്തിലാ പായസം, താഴെ തീയും. ഇതു വെറും കിറുക്കു തന്നെ. ഇത്രയും താഴെ നിന്ന് ചൂട് ആ പാത്രത്തിലെത്തുമോ? എന്താ എത്താത്തെ? തടാകത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരാൾക്ക് കൊട്ടാരത്തിലെ വിളക്കുകളിൽ നിന്നു ചൂട് കിട്ടുമെങ്കിൽ ഇതും സാധിക്കും. ബീർബൽ: ശരിയാണ്, നമ്മുടെ തെറ്റു മനസ്സിലാക്കാനാണ് ഈ വിദ്യ ഒപ്പിച്ചത് അല്ലേ? നാളെ തന്നെ ആ ബ്രാഹ്മണന് പറഞ്ഞ സമ്മാനം നൽകാം. അടിയനു സന്തോഷമായി. ഇനി വന്നാലും വിഭവസമൃദ്ധമായ സദ്യ തയ്യാറായിരിക്കുന്നു. പിറ്റേന്നു രാവിലെ തന്നെ ചക്രവർത്തി അയാൾക്ക് വാഗ്ദാനം ചെയ്ത സമ്മാനം നൽകി. നന്ദി പ്രഭോ. ദുഷ്ടനായ ഗാസി. അക്ബർ ചക്രവർത്തിയുടെ ഭരണകാലത്ത് ജനങ്ങളുടെ തർക്കങ്ങൾ തീർക്കാൻ നാടെങ്ങും നീതിമാന്മാരായ ഗാസിമാരുണ്ടായിരുന്നു. പക്ഷേ ദില്ലിയിലെ ഗാസി മാത്രം ഒരു തട്ടിപ്പുകാരനായിരുന്നു. ഒരിക്കൽ ദരിദ്രയായ ഒരു വൃദ്ധ ഗാസിയെ കാണാനെത്തി. ഹുസൂർ, അടിയൻ ഒരു തീർത്ഥയാത്രയ്ക്കു പോവുകയാ. തിരിച്ചു വരുന്നതുവരെ ഈ പണസഞ്ചി അങ്ങ് സൂക്ഷിച്ചാലും. 1000 സ്വർണനാണയമുണ്ട്. എൻ്റെ ആകെയുള്ള സമ്പാദ്യമാ. ശരി. സഞ്ചി ശരിക്കു കെട്ടി മുദ്ര വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉവ്വ്. ഞാൻ 1 വർഷം കഴിഞ്ഞേ തിരിച്ചു വരൂ. അതുവരെ ഇതു ഭദ്രമായി സൂക്ഷിക്കണേ. എനിക്ക് പണത്തിൻ്റെ ഇടപാടൊന്നും ഇഷ്ടമല്ല. അവിടെ വെച്ചോളൂ. 1 വർഷം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ തിരിച്ചെത്തി. ഇത്രയും കാലം എൻ്റെ പണസഞ്ചി സൂക്ഷിച്ചതിന് നന്ദിയുണ്ട്. ഇനി അതു തിരിച്ചു തന്നേക്കൂ. ഗാസി അകത്തു ചെന്ന് സഞ്ചിയുമായി തിരിച്ചെത്തി. ദാ നിങ്ങളുടെ പണസഞ്ചി. കൊണ്ടുപോകുന്നതിനു മുമ്പ് നിങ്ങൾ വെച്ച മുദ്ര അതുപോലെയില്ലേ എന്ന് ഉറപ്പുവരുത്തണം. മുദ്ര അതുപോലെ തന്നെയുണ്ട്. പിന്നീട് വൃദ്ധയുടെ വീട്ടിൽ. ചതിച്ചോ? സ്വർണനാണയങ്ങൾക്കു പകരം വെറും ഉരുളൻ കല്ലുകൾ. അവർ ഗാസിയുടെ അടുത്ത് ഓടിയെത്തി. നിങ്ങളുടെ സഞ്ചിയിൽ എന്തായിരുന്നു എന്ന് ഞാൻ നോക്കിയിട്ടേയില്ല. ഭദ്രമായി കെട്ടി മുദ്ര വെച്ച ഒരു സഞ്ചി നിങ്ങൾ തന്നു. അത് അതുപോലെ ഞാൻ തിരിച്ചു തരുകയും ചെയ്തു. വൈകാതെ വൃദ്ധ ചക്രവർത്തിയുടെ അടുത്ത് പരാതിയുമായെത്തി. പ്രഭോ, അടിയന്റെ ആകെയുള്ള സമ്പാദ്യമായിരുന്നു. ഗാസി എന്നെ പറ്റിച്ചു. അക്ബർ ഗാസിയെ വിളിച്ചു വരുത്തി. പ്രഭോ, ഈ സ്ത്രീ തന്നത് കെട്ടി മുദ്ര വെച്ച സഞ്ചിയാ. മുദ്രയ്ക്ക് ഒരു കുഴപ്പവുമില്ലാതെ ഞാനത് തിരിച്ചു നൽകുകയും ചെയ്തു. അതിൽ എന്തായിരുന്നു എന്ന് അടിയൻ അറിയില്ല. പിന്നീട് അക്ബർ ബീർബലുമായി ഈ പ്രശ്നം ചർച്ച ചെയ്തു. ഗാസി സഞ്ചി കീറി പണം എടുത്തു കാണണം. എന്നിട്ട് സമർത്ഥനായ ഒരു തയ്യൽക്കാരനെ വിളിച്ച് ആരും അറിയാത്ത വിധം കീറിയ ഭാഗം തുന്നിച്ചേർത്തിട്ടുണ്ടാവും. സത്യം കണ്ടുപിടിക്കാനുള്ള മാർഗം ബീർബൽ പറഞ്ഞുകൊടുത്തു. പിറ്റേന്നു രാവിലെ ഉറക്കമുണർന്നപ്പോൾ അക്ബർ തൻ്റെ പട്ടുവിരിപ്പിൽ ഒരു കീറലുണ്ടാക്കി. രാത്രി വീണ്ടും ഉറക്കറയിലെത്തിയപ്പോൾ, ഈ കിടക്കയിൽ കീറലുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഒരു പാടുപോലും കാണാൻ പറ്റുന്നില്ല. ഇതെങ്ങനെ? പ്രഭോ, ക്ഷമിക്കണേ. കീറൽ കണ്ടാൽ അങ്ങു കോപിക്കുമെന്ന് ഭയന്ന് അടിയൻ നഗരത്തിലെ ഏറ്റവും സമർത്ഥനായ തയ്യൽക്കാരനെ വിളിച്ചു വരുത്തി. എന്നിട്ട് അത് തയ്പ്പിച്ചു. ഓഹോ, എങ്കിൽ അയാളെ ഇവിടെ ഹാജരാക്കൂ. വൈകാതെ ആ തയ്യൽക്കാരൻ കൊട്ടാരത്തിൽ ഹാജരായി. പറയൂ, ഈയിടെ നിങ്ങൾ വേറെ ആർക്കെങ്കിലും ഇതുപോലൊരു കീറൽ തയ്ച്ചു കൊടുത്തിട്ടുണ്ടോ? ഉവ്വ്, ഗാസി സാബിന്. അദ്ദേഹത്തിന് ഞാൻ കല്ലു നിറച്ച ഒരു സഞ്ചിയുടെ കീറൽ തയ്ച്ചു കൊടുത്തു. അക്ബർ ഗാസിയെ വിളിപ്പിച്ചു. തയ്യൽക്കാരനെ കണ്ടപ്പോൾ കള്ളി മുഴുവൻ പുറത്തായി എന്ന് ഗാസിക്കു മനസ്സിലായി. പ്രഭു, അടിയൻ കുറ്റമേൽക്കുന്നു. ആ പണം അടിയൻ എടുത്തതാണേ. ഇന്നു തന്നെ ഈ സ്ഥാനം ഒഴിഞ്ഞു നാടുവിട്ടോളൂ. ഈ വൃദ്ധയുടെ പണം തിരിച്ചു കൊടുക്കൂ.
നിങ്ങളുടെ ബാക്കി സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടും. വളരെ നന്ദിയുണ്ട് പ്രഭോ.